കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ നടത്തിയ പരാമർശമാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങൾ അത് അതേ പ്രാധാന്യത്തോടെ നൽകിയോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം ആ പ്രസ്താവന നടത്തിയതുകൊണ്ട് അമിത്ഷാ ആയതുകൊണ്ട് തന്നെ അതൊരു ലൈറ്റായ രീതിയിലാണ് മാധ്യമങ്ങൾ അത് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്ന വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല? മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇനിയും വാചാലരാകണോ എന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചോദിക്കുന്നു. हम सब के जीवन में इस देश में अंग्रेजी बोलने वालों को शर्म आएगी, ऐसा समाज का निर्माण अब दूर नहीं। हमारे देश की भाषाओं के बगैर हम भारतीय ही नहीं रहते हैं। हमारा देश, इसका इतिहास, इसकी संस्कृति, ये हमारा धर्म, इसको समझना है तो कोई विदेशी भाषा में नहीं समझा. ഏതായാലും വിദേശി ഭാഷയൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. നമ്മൾ ലോകത്തോട് സംസാരിക്കുന്നത് ഭാഷയിലൂടെയാണ്. ഇന്ന് അതിരുകളില്ലാത്ത ലോകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ അതിരുകളില്ലാത്ത ഈ ലോകത്ത് സ്വന്തം നാട്ടിലെ ഭാഷ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളകളായി മാറിപ്പോകില്ലേ? ലോകത്തോട് സംസാരിക്കാൻ നമ്മൾ എല്ലാ ഭാഷയും നമ്മൾ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനവും നമുക്കില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഷകൾ നമ്മൾ സംസാരിക്കും. നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഹിന്ദി സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അതല്ലെങ്കിൽ ലണ്ടനിൽ പോയിട്ട് ഹിന്ദി സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവിടെ പോകണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് തന്നെ പറയണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ആവശ്യമുള്ള ഭാഷ പഠിക്കുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാഷയ്ക്ക് പ്രാധാന്യമെന്നില്ല. സ്വന്തം മാതൃഭാഷ തന്നെയാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മൂല്യമുള്ളത്. അത് നമ്മുടെ അമ്മ മലയാളമാണല്ലോ നമ്മൾ മാതൃഭാഷയെക്കുറിച്ച് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭാഷകളെ ഇങ്ങനെ വേർതിരിക്കുന്ന ഇവരുടെ നിലപാട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ ഇപ്പോൾ മെഡിക്കൽ പഠനത്തിലടക്കം ഇംഗ്ലീഷ് ഒഴിവാക്കണം, എല്ലാം ഹിന്ദിയിലേക്കുമൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വിദേശ ഭാഷകൾ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിലൂടെ ഉണ്ടാകാൻ പോകുന്നൊരു നേട്ടം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിമർശനം, ഇത്ര ഗൗരവതരമായ ഒരു പ്രസ്താവന വന്നിട്ട് മാധ്യമങ്ങൾ അതേ പ്രാധാന്യത്തോടെ അത് ചർച്ച ചെയ്തോ എന്നാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചോദിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ചർച്ചയാക്കേണ്ട വിഷയത്തിൽ മാധ്യമങ്ങൾ എത്ര ലൈറ്റായിട്ടാണ് സമീപിക്കുന്നത് എന്നത് ഗൗരവതരമായി സമീപിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ രണ്ട് വിഷയം, ഒന്ന് അമിത്ഷായുടെ പ്രസ്താവന, മറ്റൊന്ന് മാധ്യമങ്ങൾ അതിനോട് സ്വീകരിച്ച സമീപനം. ഡോക്ടർ ജോൺ ബ്രിട്ടാസിൻ്റെ വിമർശനം. സിബി ഉണ്ട് നമ്മളോടൊപ്പം. സിബി, നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഒരു വിദേശ ഭാഷയും പഠിക്കേണ്ട എന്നാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ ചെറുതല്ല എന്ന് നമുക്കറിയാം. വിദേശത്തൊക്കെ അതിരുകളില്ലാത്ത ഈ ലോകത്ത് ഹിന്ദി മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല. അതങ്ങനെ നിൽക്കുന്നു. മാധ്യമങ്ങൾ അതിനോട് സ്വീകരിച്ച സമീപനം വളരെ ലൈറ്റായിട്ട് ഒരു ചെറിയ പ്രസ്താവന നടത്തി എന്ന രീതിയിൽ വാർത്ത കൊടുത്തങ്ങ് ഒതുക്കിക്കളഞ്ഞു. അതിനെയാണ് ഡോക്ടർ ബ്രിട്ടാസ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. മനു, എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ മുൻ IAS ഉദ്യോഗസ്ഥൻ അശുതോഷ് അഗ്നിഹോത്രി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിലൊരു വിവാദമായ പരാമർശം നടത്തിയത്. ഇംഗ്ലീഷ് ഭാഷയെ പൂർണ്ണമായും തള്ളുകയും ഇംഗ്ലീഷ് സംസാരിച്ചത് നാണക്കേടാ എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു സമൂഹം വരാൻ പോകുന്ന കാലം വിദൂരമല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ മതങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും രാജ്യത്തെയും പഠിക്കണമെങ്കിൽ അത് സ്വന്തം ഭാഷയിൽ തന്നെ പഠിച്ചാൽ മാത്രമേ പൂർണ്ണമാകുകയുള്ളൂ. ഇന്ത്യയുടെ ഒരു വളർച്ച പൂർണ്ണമാകണമെങ്കിൽ അത് ഇംഗ്ലീഷ് ഭാഷ ഉപേക്ഷിക്കുമെന്ന രീതിയിൽ അദ്ദേഹം വിവാദമായ പരാമർശം നടത്തുകയും ചെയ്തു. എന്നാലും ഇന്നലെ ആ വാർത്ത നമ്മൾ ഇന്നലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ഇന്നലെ വളരെ തിരക്കേറിയ ദിവസമായിട്ട് പോലും നമ്മൾ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും പിന്നീട് പക്ഷേ നമ്മൾ കണ്ടത് മറ്റൊരു മാധ്യമങ്ങൾ പോലും, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ പോലും ഈ വാർത്ത, ദേശീയ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇന്നിപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹം ഇന്നിപ്പോൾ ട്വിറ്ററിലൂടെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വാർത്തകൾ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഗൗരവകരമായ വിഷയമാണ്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമങ്ങൾ, ഇത്രത്തോളം സമൂഹം വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, ആ വിഷയത്തിന് വേണ്ടത്ര പ്രാധാന്യമോ കൃത്യമായ രീതിയിൽ റിപ്പോർട്ടോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളെ പൂർണ്ണമായും വിമർശിക്കുന്നു. മാത്രമല്ല, ഇത് ഏതെങ്കിലും ബാഹ്യ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം ഈ ഒരു വാർത്ത ഇത്തരത്തിൽ മുക്കിയത് അല്ലെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ആ ഒരു
വിധേയത്വം അത് അപമാനകരമായ വിധേയത്വമാണ്. ഇനിയും എന്തിനാണ് ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാചാലരാകുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് ഈ ട്വിറ്റർ അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം നേരത്തെ പാർലമെൻറ്റിൽ തന്നെ കഴിഞ്ഞ സെഷനിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ രാജ്യസഭയിൽ ചോദിച്ചപ്പോൾ അതിന് ഹിന്ദിയിൽ മറുപടി നൽകുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി അദ്ദേഹം മലയാളത്തിൽ കത്തെഴുതിക്കൊണ്ട് പ്രതിഷേധം നടത്തിയ ആൾ കൂടിയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാർ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അതിനെതിരെ വളരെ വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വളരെയധികം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അമിത്ഷായുടെ വാക്കിൽ ഹിന്ദി ഭാഷാ നയം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രകടമാകുന്നതും. ഇംഗ്ലീഷ് ഭാഷ പോലും വേണ്ട, നേരത്തെ മലയാളവും തമിഴും മറ്റുള്ള ഭാഷകൾ വേണ്ട എന്നുള്ളതായിരുന്നു, ഹിന്ദി മാത്രം മതി എന്നാണെങ്കിൽ ഇനിയിപ്പോൾ ഇംഗ്ലീഷും വേണ്ട, ഹിന്ദി മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് ഹിന്ദി ഒരു രാജ്യത്തിൻ്റെ ദേശീയ ഭാഷയാക്കാൻ വേണ്ടിയുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല പാർലമെൻറ്റിൻ്റെ പല അജണ്ടകളും ഇപ്പോൾ തന്നെ 70% ഹിന്ദി ഭാഷയിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലും നയം വഴി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനെതിരെ തമിഴ്നാടക്കമുള്ള സംസ്ഥാനങ്ങൾ വളരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് അമിത്ഷാ ഇത്തരത്തിലൊരു വിവാദമായ പരാമർശം നടക്കുന്നത്. ഈ പരാമർശം വളരെ ഗൗരവമായ ഒരു പരാമർശമാണ്, വളരെയധികം പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു പരാമർശമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ല BJPയുടെയും കൃത്യമായ അജണ്ടയാണ് ഇന്നലെ അമിത്ഷാ ആ ഒരു പരാമർശം നടത്തിയത്. പക്ഷേ ആ പരാമർശത്തിന് വേണ്ടത്ര ഗൗരവം നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒന്നിനാണ്. പ്രത്യേകിച്ച് അത് അമിത്ഷാ പോലുള്ള ആൾ പറയുമ്പോൾ അതിലെ ബാഹ്യ സമ്മർദ്ദമോ അല്ലെങ്കിൽ BJPയുടെ വിധേയത്വമോ ഭയമോ ആകാം ഒരുപക്ഷെ ഈ ഒരു വിമർശനത്തിന് മാധ്യമങ്ങൾ തയ്യാറാകുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹം ട്വിറ്ററിലൂടെ ശക്തമായി വിമർശിക്കുകയും മാധ്യമ സ്വാതന്ത്ര്യം വേണ്ടി വാചാലരാകുമ്പോഴും ഇത്തരം വാർത്തകൾ അത് വേണ്ടത്ര പ്രാധാന്യത്തിൽ നൽകാതെ അത് മുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ ഭയത്തിന് വഴങ്ങിക്കൊണ്ട് ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യം നൽകാത്ത മാധ്യമങ്ങളുടെ ഒരു ഇത്തരത്തിലുള്ള നടപടിയെ അദ്ദേഹം പൂർണ്ണമായും വിമർശിക്കുകയും ചെയ്തത്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ ചർച്ചയാകുന്ന മാധ്യമങ്ങൾ ഏതായാലും ആ ഒരു സമീപനം വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന കൃത്യമായ നിലപാടാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് വരും സമയങ്ങളിൽ കൂടുതൽ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് എത്തും.